ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഒരു ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 മണി ചായക്കൊക്കെ വളരെ നല്ലൊരു കടിയാണ് കേട്ടോ. അതിനു വേണ്ടി ഒരു 4 സവോള, ഒരു 2 കഷ്ണം വലിയ 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, 1 കപ്പ് കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റാതെ ഇത് ഡയറക്റ്റായിട്ട് ആക്കാം. നമ്മളിതിപ്പോൾ ഒന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ ആക്കുന്നത്. ആദ്യം നമ്മൾ സവോള ഇട്ട് കൊടുക്കുക. 4 സവോളയുണ്ട് കേട്ടോ. ഈ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വഴലാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റും കേട്ടോ. ഒന്ന് നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ഏകദേശം ഈ കളറാകുമ്പോൾ നമ്മളത് ഓഫാക്കി വെക്കുവേ. അതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റുവാണ്. തണുത്തതിന് ശേഷമേ അതിൻ്റെ അകത്ത് പൊടി മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ആ പൊടി ഇങ്ങനെ ഒരു കട്ടയായി പോവേ, അത് ശരിയാകുമല്ല നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അതിന് ശേഷം അത് ആദ്യം വിട്ടൊന്ന് വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത്, ഒത്തിരി ലൂസായിട്ട് വേണ്ട കേട്ടോ. അത് ഒരു നമ്മുടെ കയ്യിലൊന്ന് പരത്തിയാൽ അതിങ്ങനെ നിൽക്കണം. അതുപോലത്തെ ഒരു പരുവത്തിൽ നമ്മളിത് പരത്തിയെടുത്ത്, നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ ഉള്ളിവട ഇങ്ങനെ പരത്തി അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് തിരിച്ച് മറിച്ച് വിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കണേ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നോടം വരെ അത് മൂപ്പിച്ചെടുക്കണേ. തീ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.